ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ദുഷ്യന്ത മഹാരാജാവിൻ്റെയും ശകുന്തളയുടെയും കഥയാണ് കേൾക്കുന്നത്. വാ പോകാം. ദുഷ്യന്ത മഹാരാജൻ ഒരിക്കൽ കാട്ടിൽ നായാട്ടിന് പോയപ്പോൾ ഒരു മാനിൻ്റെ പിന്നാലെ കണ്വമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ അതിസുന്ദരിയായ ഒരു താപസ കന്യകയെ കണ്ട് ദുഷ്യന്തൻ മോഹിച്ചു നിന്നുപോയി. കണ്വമുനിയുടെ വളർത്തുപുത്രിയായ ശകുന്തളയായിരുന്നു അവൾ. ശകുന്തളയുടെ ജനനവും ഒരു അത്ഭുത സംഭവമാണ്. ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി കഠിന തപസ് ചെയ്യുകയായിരുന്നു. തപസ് സഫലമായാൽ തൻ്റെ സിംഹാസനം തന്നെ നഷ്ടപ്പെടുമെന്ന് ദേവേന്ദ്രന് ഭയം തോന്നി. മുനിയുടെ തപസ്സിന് ഭംഗം വരുത്താൻ ഇന്ദ്രൻ മേനകയെ അയച്ചു. മേനകയുടെ ദിവ്യ നർത്തനം കണ്ട് മനസ്സിളകിപ്പോയ വിശ്വാമിത്രൻ അവളെ സ്വീകരിച്ചു. മേനക ഗർഭിണിയായി. താൻ പ്രസവിച്ച പെൺകുഞ്ഞിന് അച്ഛനായ വിശ്വാമിത്രൻ ഏറ്റെടുക്കാൻ മടിച്ചപ്പോൾ മേനക ആ കുഞ്ഞിനെ മാലിനി നദീതീരത്ത് ഉപേക്ഷിച്ചിട്ട് ദേവലോകത്തേക്ക് മടങ്ങി. അനാഥയായി കിടന്ന കുഞ്ഞിനെ ഏതാനും പക്ഷികളാണ് ആദ്യം കണ്ടത്. അവർ ചുറ്റുമിരുന്ന് പാട്ടുപാടിയും ചിറകുകൾ ഇളക്കിക്കാട്ടിയും കുഞ്ഞിനെ രസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്വമുനി അവിടെ എത്തി. അനാഥയായ ആ കുഞ്ഞിനെ കണ്വമുനി എടുത്തുകൊണ്ടുപോയി വളർത്തി. ശകുന്തളങ്ങളാൽ പരിപാലിക്കപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ അവൾക്ക് അദ്ദേഹം ശകുന്തള എന്നു പേരിട്ടു. ശകുന്തളങ്ങൾ എന്ന് വെച്ചാൽ പക്ഷികൾ എന്നാണ് കേട്ടോ. ശകുന്തള വളർന്ന് യൗവനയുക്തയായപ്പോൾ ഒരു ദേവകന്യകയെപ്പോലെ അതിസുന്ദരിയായിത്തീർന്നു. പ്രിയംവദ എന്നും അനസൂയ എന്നും പേരായി 2 തോഴിമാരും അവൾക്കുണ്ടായിരുന്നു. ദീർഘപാങ്കൻ എന്ന ഒരു മാൻകുട്ടിയെ അവൾ ഓമനിച്ച് വളർത്തി. അങ്ങനെയിരിക്കെ ദുഷ്യന്ത മഹാരാജാവ് മൃഗയാവിനോദത്തിനായി കാട്ടിലെത്തി. അദ്ദേഹം കണ്വാശ്രമത്തിലും എത്തി. ശകുന്തളയെ കണ്ട് ദുഷ്യന്തൻ അടുത്തു ചെന്നു. അതിസുന്ദരനായ ദുഷ്യന്തനെ കണ്ട് ശകുന്തളയും മോഹിതയായി. അവർ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്തു. ഈ സമയം കണ്വമുനി അവിടെ ഉണ്ടായിരുന്നില്ല. വീണ്ടും വരാമെന്ന് പറഞ്ഞ് ദുഷ്യന്തൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ താൻ ഗർഭിണിയാണെന്ന് ശകുന്തള മനസ്സിലാക്കി. അവൾ അച്ഛനോട് വിവരം പറഞ്ഞു. ഒരു ദിവസം ദുഷ്യന്തൻ തനിക്ക് സമ്മാനിച്ച മുദ്രമോതിരത്തിൽ നോക്കി ശകുന്തള സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ദുർവാസാവ് മഹർഷി അവിടെ എത്തി. തന്നെ കണ്ടിട്ടും ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാഞ്ഞതിൽ മഹർഷിക്ക് ശകുന്തളയോട് കോപം തോന്നി. നീ ആരെ ഓർത്തിരിക്കുന്നുവോ അവൻ നിന്നെ മറന്നു പോകട്ടെ എന്ന് മുനി ശകുന്തളയെ ശപിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ശകുന്തള ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. കണ്വമുനി അവന് സർവദമനൻ എന്ന് പേരിട്ടു. കുട്ടി കുറച്ചു വളർന്നപ്പോൾ കണ്ണൻ ശകുന്തളയും കൂട്ടി ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. മഹർഷിയുടെ ശാപഫലമായി ദുഷ്യന്തൻ ശകുന്തളയെ തിരിച്ചറിഞ്ഞില്ല. നിരാശയായ ശകുന്തള മടങ്ങാൻ തുടങ്ങുമ്പോൾ ഒരശരീരി ഉണ്ടായി. ഇവൾ നീ ഗാന്ധർവ വിധിപ്രകാരം ഭാര്യയാക്കിയ ശകുന്തളയാണ്. അവളെ സ്വീകരിച്ചു കൊള്ളുക. അശരീരി കേട്ട് പട്ടമഹിഷിയായും സർവമദനൻ രാജകുമാരനായും സന്തോഷം കഴിഞ്ഞു. ഈ സർവമദനനാണ് പ്രശസ്തനായ ഭരത ചക്രവർത്തി ആയത്. ഭരതൻ്റെ വാഴ്ചക്കാലത്ത് രാജ്യം ഐശ്വര്യപൂർണമായി. സ്വർഗലോകത്തിന് സമാനമായ രാജ്യത്തിന് ഭാരതം എന്ന് പേരും ഉണ്ടായി. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ ശന്തനുവിൻ്റെ കഥയുമായിട്ട് വീണ്ടും വരാം. ടാറ്റാ.